പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏപ്രിൽ 5 ഈസ്റ്റർ. ഇന്ന് മാർച്ച് 5. ഒരു മാസ കാലയളവ് നമുക്കുണ്ട്. വളരെയധികം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം വർഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലയളവാണ്. നമുക്കൊരു ടൈം പീരീഡ് വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നതല്ല. നമ്മൾ ദൈവത്തോട് അത്ര ചങ്കാട്ടി ചേർന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് ഈ ഈസ്റ്ററിന് തന്നെ വലിയ അനുഗ്രഹങ്ങൾ നൽകും. കാരണം കല്ലറ പിളർക്കാൻ കഴിവുള്ളവന്, പുറത്ത് നടച്ച കല്ലറ അകത്ത് നിന്ന് തുറന്ന് പുറത്തേക്ക് വന്നവന് നമ്മുടെ ജീവിതത്തിൻ്റെ പുറങ്ങളിലൊക്കെ നിന്നുകൊണ്ട് അടഞ്ഞുകിടക്കുന്ന പല വിഷയങ്ങളെയും തുറക്കാൻ അവന് കഴിയും. ഈ ഒരു വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ കാലയളവിലേക്ക് നന്നായിട്ട് പ്രവേശിച്ച് പ്രയോജനപ്പെടുത്താം. ഈ പരിശുദ്ധ ബലി നന്നായിട്ട് നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കതയുടെ പുനഃസ്ഥാപകനും സ്നേഹിതനുമായ ദൈവമേ, അങ്ങേ ദാസരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിക്കണമേ. അങ്ങനെ അങ്ങേ ആത്മാവിൻ്റെ ശക്തി ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരും പ്രവൃത്തിയിൽ ഫലസിദ്ധിയുള്ളവരുമാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
ഇപ്രകാരം അരുൾ ചെയ്യുന്നു: മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവിടുന്ന് അതിനെ നട്ട് മരം പോലെയാക്കുന്നു. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടിരിക്കും. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമായ വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ നിങ്ങളോട് പറയുന്നു, ഹൃദയത്തെ പരിശോധിക്കുവിൻ. ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസികളുടെ പീഡനത്തിന് ഇരയാവുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൾ കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറഞ്ഞതുപോലെ പറഞ്ഞു പോകുന്നു. അവൻ കർത്താവിൽ നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിലേക്ക് അവസാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ഉത്കൃഷ്ടമായ നിർമ്മലമായ ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുവിൻ. കർത്താവിനെ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളി ചെയ്തു: ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു: പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു: മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു: പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു: അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു: പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരെന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു: മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ നേരുകയാണ്. 2 പേരുടെ കാര്യമിങ്ങനെ ജീവിതാനുഭവം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, ധനവാനുമുണ്ട്, ലാസറുമുണ്ട്. ആരാണ് നല്ല മനുഷ്യൻ? ആരാണ് നല്ല മനുഷ്യൻ? ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് നല്ല മനുഷ്യൻ. അപ്പം 2 പേരുടെയും ജീവിതാവസാനം നോക്കുമ്പോൾ സുഖസമൃദ്ധിയിൽ ജീവിച്ചതല്ല നല്ല മനുഷ്യൻ. ദരിദ്രന് അബ്രഹാത്തിൻ്റെ മടിയിലിരുന്ന് സ്വർഗത്തിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇന്നത്തെ 1-ാം വായനയിലും പ്രതിവചന സങ്കീർത്തനത്തിലും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ. അതായത് കർത്താവിന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദനാണ്. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്തവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടെ നിന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അപ്പം അതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ പ്രത്യേകതയാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ സങ്കീർത്തനം 1-ാം സങ്കീർത്തനം, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. 3-ാമത്തെ വചനം ഇപ്രകാരമാണ്: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഇന്ന് ധനവാന്റെ പേര് പറയുന്നില്ല, പക്ഷേ ദരിദ്രന് പേരുണ്ട്, ലാസർ. ലാസർ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ. ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ. നമുക്കറിയാം, കോട്ടാർ നമുക്കൊരു വിശുദ്ധനുണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ദേവസഹായം. അദ്ദേഹം നീലകണ്ഠപിള്ളയാണ്. പക്ഷേ അദ്ദേഹം മാമോദീസ സ്വീകരിച്ച പേര് ലാസർ എന്നാണ്. ലാസറിൻ്റെ മലയാളമാണ് ദൈവസഹായം. അപ്പം ലാസർ എന്ന പേര് സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കാം? എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ സഹായം. അങ്ങനെ വിചാരിച്ചതുകൊണ്ടാകാം നീലകണ്ഠപിള്ള എന്ന മനുഷ്യൻ കർത്താവിനറിഞ്ഞ മാമോദീസ സ്വീകരിച്ചപ്പോൾ ലാസർ എന്ന പേര് സ്വീകരിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഡീഹൈഡ്രേഷൻ്റെ ഒക്കെ ഒരു സമയമാണ്. നല്ല ചൂടാണ്. നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഡീഹൈഡ്രേഷൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ശാരീരികമായ ഒരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആത്മീയതയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായ എന്ത് ചെയ്യും? ഫലം ഉണ്ടായില്ല. ആത്മീയ വരൾച്ച, തളർച്ച, വിളർച്ച എന്നൊക്കെ പറയുന്ന പോലെ ആത്മീയതയിൽ ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ, ഒരു തളിർപ്പുണ്ടാകണമെങ്കിൽ അത് ദൈവത്തോട് തന്നെ ചേർന്ന് നിൽക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ വിചാരം, പള്ളി വന്ന് കൈകൂപ്പി നിന്നാൽ നല്ല വ്യക്തിയായി എന്നാണ് പലരുടെയും വിചാരം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് മാത്രം ഡെവലപ്പ് ചെയ്താൽ നമ്മൾ നല്ല വ്യക്തിയാകണമെന്നില്ല. ഇല്ല, ചില ആളുകൾ പള്ളിയിൽ നിന്ന് മാറുകയില്ല. അപ്പോൾ അവരുടെ വീട്ടിൽ ഭയങ്കര ദേഷ്യമൊക്കെ ആണെങ്കിലും അവർ പറയും, എന്നാത്തിനാണോ താൻ പള്ളിയിൽ പോയിട്ട്, വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മീയത എന്താ? ആരാണ് നല്ല മനുഷ്യൻ? പള്ളി വന്ന് കൈകൂപ്പി നിൽക്കുന്നവനാണോ നല്ല മനുഷ്യൻ? നല്ല വസ്ത്രം ധരിച്ച ആളുകളുടെ മുമ്പിൽ ഭംഗിയായിട്ട് നടക്കുന്നവൻ മാത്രമാണോ നല്ല മനുഷ്യൻ? മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാവിധ, ഇപ്പം മൃദുല വസ്ത്രം, ചുവന്ന പട്ട്, മൃദുല വസ്ത്രം ധരിച്ചിരുന്നവൻ കൊട്ടാരത്തിൽ കഴിഞ്ഞവൻ നല്ലതെന്ന് കരുതിയവൻ നല്ലതായില്ലല്ലോ. അവസാനം നരകത്തിൽ എരിയുന്ന തീയിൽ കിടന്ന് ഞാൻ പുകയാണ് കർത്താവേ എന്ന് പറയുന്നത് പോലെയായി. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട കുറേ വശങ്ങൾ, ആസ്പെക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ശരീരമാണല്ലോ കാണുന്നത്. നല്ല വസ്ത്രം ധരിച്ച് നടക്കുക. ഇല്ലേ, പള്ളിയിൽ ട്രൗസർ കൊടുത്ത് ആരും വരില്ലല്ലോ. ഇല്ലേ, ഇന്നലെ ഒരു ചേട്ടൻ 10-60 വയസ്സ് മേലുണ്ട്, ട്രൗസർ കൊടുത്ത് ഇവിടെ വന്ന് മുന്നിൽ തന്നെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പം വസ്ത്രധാരണം ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ഒരടയാളം കൂടിയാണ്. ഇന്നലെ കുറേ പേര് കുമ്പസാരിക്കാൻ വന്നു. കുമ്പസാരത്തിൻ്റെ നിലവാരം പോയോ
എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം അതുപോലെ വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്നു. കുമ്പസാരത്തിനൊക്കെ ഒരു നിലവാരമില്ലേ? കുമ്പസാരം ഒരു കൂദാശയല്ലേ? കുർബാന അർപ്പണം, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അനുസ്മരണമല്ല. ഇതിനൊക്കെ ഒരു നിലവാരമില്ലേ? നമ്മൾ ബീച്ച് പോകുന്ന പോലെയൊക്കെയാണോ വരുന്നത്? അപ്പോൾ വസ്ത്രധാരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രഭാഷണ പുസ്തകം 19-ാം അധ്യായം 30-ാം വാക്യം, ഒരുവൻ്റെ ചിരി, വേഷം, നടപ്പ് ഇവ അവൻ്റെ സത്വം വെളിപ്പെടുത്തുന്നു, അവൻ ആരാണെന്ന് പറയും. അപ്പോൾ വസ്ത്രധാരണം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത്, സോപ്പ് തേച്ച് കുളിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഹൈജീൻ, ശുചിത്വത്തിൻ്റെ കാര്യമാണ്. ഇനി ആവശ്യമില്ലാത്തത്, ഡേറ്റ് കഴിഞ്ഞതൊന്നും നമ്മൾ കഴിക്കില്ല, ഇല്ലേ? പൂപ്പൽ പിടിച്ചത്, അത് വളിച്ചത്, പുളിച്ചത്, കേടുവന്നത്, ഡേറ്റ് കഴിഞ്ഞത് നമ്മൾ കഴിക്കില്ല. അപ്പോൾ ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണ്? ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. അപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റിൽ നമ്മുടെ ശരീരം വിവാഹേതര ബന്ധം പുലർത്തി ശരീരം റോങ് പ്ലേസിൽ കൊണ്ടുവെക്കാൻ പാടില്ല, കാരണം വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം. അപ്പോൾ ശരീരത്തിൽ തന്നെ എന്തുമാത്രം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? സമൂഹത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുക. വീടൊരു സമൂഹമല്ലേ? വീടൊരു സമൂഹം. വീട്ടിലാരും വെറുപ്പിക്കാൻ പാടില്ല. വീട്ടിലെല്ലാവർക്കും ലഭ്യമാകണം. വീട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് സന്തോഷം ഉണ്ടാകണം. നമ്മൾ ചിലപ്പോഴൊക്കെ വൈകി വന്നു കഴിഞ്ഞാൽ വീട്ടുകാരിങ്ങനെ നോക്കിയിരിക്കുക. ചിലപ്പോൾ കിടന്നുറങ്ങിയാൽ നമ്മൾ വാതിൽ മുട്ടി വിളിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് വരണം. അപ്പോൾ നമ്മൾ അറിയാതെ അവരെ ശല്യപ്പെടുത്തിയില്ലേ? അപ്പോൾ വീട്ടുകാരെ ശല്യപ്പെടുത്താൻ പാടില്ല. അപ്പോൾ സോഷ്യൽ ആസ്പെക്റ്റ്, അതിലെന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല, ഓരോരുത്തർ അവരവരുടെ കടമകൾ ചെയ്യണ്ടേ? കടമകൾ ചെയ്തില്ലെങ്കിൽ ഇല്ലേ, പണിക്ക് പോകാതിരിക്കുന്ന വീട്ടുകാരൻ വീട് പട്ടിണിയാവും. എടുത്താൽ പണിക്ക് പോടോ എന്ന് പറയേണ്ടി വരരുതല്ലോ. നീ പഠിക്കടാ എന്ന് പറയേണ്ടി വരരുതല്ലോ. നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ളൊരു മേഖലയുണ്ട്. ബുദ്ധിയായിട്ട് ഉപയോഗിക്കണം. ബുദ്ധി നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയി അബദ്ധമായിപ്പോയി എന്ന് തോന്നുന്ന എത്രയോ നിമിഷങ്ങളുണ്ട്. അത് തിരിച്ചു പിടിക്കണ്ടേ? എന്നും അങ്ങനെ പോയാൽ നമ്മൾ തന്നെ എന്ത് മാർക്കിടും? അപ്പോൾ ബുദ്ധിപൂർവ്വം പെരുമാറണം. ചിലപ്പോഴൊക്കെ നമ്മുടെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് വിദ്യാഭ്യാസക്കുറവ് മൂലമാണ്. വേണ്ടാത്തൊക്കെ പറയുന്നത് വിദ്യാഭ്യാസക്കുറവ് മൂലമാണ്. നമ്മൾ വിദ്യാഭ്യാസമില്ലാത്ത മേഖലകളൊന്ന് ശ്രദ്ധിച്ച് അവിടെ എല്ലാ കുരുത്തക്കേടും ഉണ്ടാവും. അപ്പം മോറൽ സ്റ്റാൻഡേർഡ് താഴേക്ക് പോകുന്നത് എവിടെയാണ്? അറിവില്ലാത്ത മേഖലകളിലാണ്. അറിവില്ലാത്ത മേഖല മോറൽ സ്റ്റാൻഡേർഡ് താഴേക്ക് പോകും. അപ്പം മോറൽ സ്റ്റാൻഡേർഡും വിദ്യാഭ്യാസവും, ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ്, അതായത് സോഷ്യൽ ഡിസിപ്ലിൻ, ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ, ഒരു കാത്തലിക് ഡിസിപ്ലിൻ, അതെങ്ങനെയാണ് വരുന്നത്? ഇല്ലേ, പള്ളി വരേണ്ട ഒരാൾ അങ്ങനെ ഒരു ഡിസിപ്ലിനായിട്ടുള്ള ക്രമമുള്ള ജീവിതം എങ്ങനെ ഉണ്ടാകുന്നത്? അത് ബുദ്ധിപൂർവമായിട്ടുള്ള നടപടി വഴിയാണ്. ഇനി സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്, നമ്മളിങ്ങനെ പലതും മനസ്സിൽ വെച്ച് സംസാരിക്കും. ഇപ്പോൾ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ മൂത്ത മകൻ എന്നെ വർത്തമാനവും പറയുന്നത്, വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. ഈ വേശ്യകളോട് കൂട്ടുചേർന്നോ ഇല്ലയോ എന്ന് ഈ മൂത്ത മകൻ പുറകെ നടന്ന് കണ്ടുപിടിച്ചോ? പുറകെ നടന്ന പോലെ പറയുക. അതായത് സത്യമല്ലാത്ത കാര്യം ഇങ്ങനെ പറയുക, അതായത് മനസ്സിൽ വെച്ച് പെരുമാറുക. നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകളും എന്തോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ പറയും. അപ്പം സൈക്കോളജിക്കലി പ്രശ്നമുണ്ട്. ഇനി ഇമോഷണൽ കൺട്രോൾ, അതിപ്പോൾ ഏത് വികാരങ്ങളും ആകട്ടെ, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ തെരുവ് നായ്ക്കൾക്ക് പോലും ഉണ്ട് ചിലപ്പോൾ കുറച്ച് കൺട്രോൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ആൾക്കൂട്ടത്തിനിടയിൽ അവർ അത്ര ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാക്കണമെന്നില്ല. ചിലപ്പോൾ അവർ വിജനമായ വഴികളിലാണ് അവർ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വികാരങ്ങൾ, ദേഷ്യമാകട്ടെ മറ്റു വികാരങ്ങളാകട്ടെ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി അല്ലേ ഒരു വ്യക്തിയുടെ പക്വതയുടെ അടയാളം? ഇമോഷണൽ മെച്യൂരിറ്റി. ഇനി സ്പിരിച്വൽ ആസ്പെക്റ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യ അവബോധത്തിലേക്ക് വരിക, എന്നിട്ട് നടപടി സ്വീകരിക്കാം. 2 കള്ളന്മാർ ഈശോയുടെ അപ്പുറം ഇപ്പുറമായിട്ടുണ്ടായി. അതിൽ മറ്റേ കള്ളൻ ഈശോയെ ദുഷിച്ചു പറഞ്ഞു. എന്നാൽ നല്ല കള്ളൻ എന്ന് പറയുന്ന കള്ളനെപ്പോലും നല്ല കള്ളൻ എന്ന് വിളിച്ചത്
അദ്ദേഹം ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. യേശുവെ, അങ്ങയുടെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയാൻ മറ്റേ കള്ളന് പറ്റിയില്ലല്ലോ, ഈ കള്ളന് പറ്റി. അതാണ് നല്ല കള്ളൻ. അപ്പോൾ അതാണ് സ്പിരിച്വൽ ആസ്പെക്റ്റ്. ദൈവസാന്നിധ്യം തിരിച്ചറിയുക. പള്ളിയിൽ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് നല്ല ഒരു ദൈവസാന്നിധ്യം, സ്പിരിച്വൽ ആസ്പെക്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒന്നോർത്ത് വയ്ക്കുക, ഞാനിപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. ഫിസിക്കൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ. ഇതിലേതെങ്കിലും ഒന്നിനൊരു കുഴപ്പം പറ്റിയ മൊത്തത്തിൽ പോവില്ലേ? മൊത്തത്തിൽ പോവും. ഇതിലേതെങ്കിലും ഒന്നിനൊരു കുഴപ്പം പറ്റിയ. അപ്പോൾ എല്ലാം ഒരേപോലെ ഡെവലപ്പ് ചെയ്യണം. 6 പറഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നല്ല മനുഷ്യനാരാണ്? നല്ല മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നവനൊന്നുമല്ല. പള്ളിപ്പന്ന് കൈകുപ്പി നിൽക്കുന്നവൻ മാത്രമല്ല നല്ല മനുഷ്യൻ. കൈകുപ്പി നിന്നോളൂ, വചനമൊക്കെ വായിച്ചോളൂ, ഉറക്കെ പ്രാർത്ഥിച്ചോളൂ, പക്ഷെ ദൈവസാന്നിധ്യ അവബോധത്തിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. നമുക്ക് നല്ല മനുഷ്യനാകുക എന്നതാണ് പ്രധാനം. അതിഭക്തന്മാരെ കൊണ്ട് ഒരു കാര്യമില്ല. വെറുതെ ഇങ്ങനെ ഇരുന്ന് കൊന്ത ഉരുട്ടിയിരിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ ഒരു ഗുണവുമില്ല. ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകൾ കുറെ കൊന്ത ചൊല്ലി എന്ന് കണക്ക് പറയുന്നതല്ലാതെ ഒരു കൊന്ത പോലും സ്നേഹത്തോടെ ചൊല്ലിയിട്ടുണ്ടാകിയല്ല. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്താണ്, നമ്മൾ എവിടെയാണ്. നമുക്ക് ഈ എല്ലാ മേഖലകളും നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഇവിടെ ഈ മനുഷ്യൻ നമ്മളിപ്പോൾ പാപം പറയുമ്പോൾ വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, അങ്ങനെ പറയുമ്പോൾ അവസാനം പറയുന്ന ഉപേക്ഷ വരുത്തി. ഇല്ലേ, പടിവാതിക്കൽ കിടന്നിരുന്ന ആളെ നോക്കിയില്ല, ആത്മീയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഇല്ലേ, വീട്ടുകാരുടെ അടുക്കലേക്ക് ഈ ലാസറിനെ അയക്കണമേ എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ കാര്യം അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം മറുപടികളെല്ലാം പിന്നെ ചാൻസ് ഇല്ല എന്ന് പറയുന്നത് പോലെയാ. അയാളുടെ പ്രാർത്ഥന, അയാൾ ജീവിതകാലത്ത് ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ. ഇല്ല, ഇങ്ങനൊരു പ്രാർത്ഥന ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവം കനിഞ്ഞേനെ. ഇനി നാവ് തണുപ്പിക്കണമേ, ഞാനിങ്ങനെ ഇവിടെ നിന്ന് എരിയുന്ന തീയിൽ കിടന്ന് ഇങ്ങനെ പുകയുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനൊരു എവിടെ നിന്ന് വരുന്ന ആ വാക്കുകളൊക്കെ, ആ സെൻറ്റൻസുകളൊക്കെ ആരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ധനവാനിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അത് ജീവിതകാലത്ത് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. വീണ്ടും പറയാണ്, ലാസറിനെ അയക്കണം. പുതിയ ഐഡിയകളാണ്. ലാസറിനെ അയക്കണമേ, അബ്രാഹത്തിൻ്റെ മടിയിൽ നിന്ന് ലാസറിനെ അയക്കണമേ. ഒന്നും കാര്യമില്ല. മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടല്ലോ, വചനമൊക്കെ ഉണ്ടല്ലോ, കൂദാശകളൊക്കെ ഉണ്ടായല്ലോ, പള്ളിപ്പോകാൻ സൗകര്യം ഉണ്ടായല്ലോ, ഇതൊന്നും ചെയ്തില്ല. ഇനിയിപ്പം മരിച്ചിട്ടൊരാൾ എന്ന് പറഞ്ഞാൽ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. മരിച്ചിട്ടൊരാൾ ചെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുമ്പോൾ അവസാനം പറയുകയാണ്, മോശയും പ്രവാചകന്മാരും പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഈശോയ്ക്ക് പോലും ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റില്ല. പിന്നെ മോശയും പ്രവാചകന്മാരും കഴിഞ്ഞാൽ പിന്നെ ഈശോ വരുമ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഇല്ല, താബോർ മലയിലെ രൂപാന്തരീകരണത്തിൽ മോശയുണ്ട്, പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ച ഏലിയ, പിന്നെ ഈശോ. അപ്പോൾ പിന്നെ ഈശോ, ഇവർ രണ്ടുപേരും കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈശോയും ചെന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം, മരണം വരെ കുമ്പസാരിക്കാം, മരിച്ചു കഴിഞ്ഞാൽ കുമ്പസാരിക്കാൻ പറ്റില്ല. ചില ആളുകൾ അപ്പാപ്പൻ്റെ പാപമൊക്കെ വന്ന് പറയാൻ, അപ്പാപ്പൻ മരിച്ചുപോയി, പാപത്തിൽ മരിച്ചുപോയി, ഞാൻ അപ്പാപ്പൻ്റെ പാപം പറയട്ടെ. പാപം പറയണമെങ്കിൽ 2 കാര്യം വേണം, അനുതാപവും വേണം, തീരുമാനം വേണം. നന്മയിൽ വളരാനുള്ള തീരുമാനം വേണം, പാപത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. അപ്പം മരിച്ചയാൾ അനുതപിക്കാതെയാണ് മരിച്ചതെങ്കിൽ അയാളുടെ പാപം അയാൾ എങ്ങനെ പറയും? അയാൾക്ക് പറയാൻ ചാൻസ് ഇല്ല. വീട്ടുകാർ പറഞ്ഞാൽ മതിയോ? അതുകൊണ്ടാണ് പിന്നെ ഓരോ വഴിയുള്ളൂ, അയാളുടെ അനുതാപത്തിന് വേണ്ടി, അയാളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കുർബാന അർപ്പിക്കുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പാപത്തിലാണ്, കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാതെ അങ്ങനെ നടക്കുന്നൊരു കാലയളവിലാണ് നമ്മൾ പെട്ടെന്ന് നനച്ചിരിക്കാത്ത നേരത്ത്, ചിലപ്പോൾ വർഷങ്ങളായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, അങ്ങനെ മരണപ്പെട്ടു പോയാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ആര് പ്രാർത്ഥിക്കും? ഒരുക്കമില്ലാതെ മരിച്ചാൽ. അതാണ് മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വളരെയധികം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ചുമന്ന പട്ട് ധരിച്ചത്, അത് ഈശോയെ ഈ ചുമന്ന പുറങ്കുപ്പായം അണിയിച്ചു എന്ന് പറയുന്നത്. നമ്മൾ ഈ തപസ്സുകാലത്ത്
ഈശോയെ ധരിപ്പിച്ചു. ലേശയ പ്രവാചക പുസ്തകത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്, പാപം കടും ചമപ്പാണെങ്കിലും മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും എന്ന് പറയുന്നത്. ഇപ്പം പാപത്തിൻ്റെ ചുവന്ന പട്ട് ധരിച്ചവൻ പാപത്തിൽ ജീവിച്ചുകൊണ്ടാണല്ലോ നരകത്തിലേക്ക് പോയത്. അപ്പം ഈശോയെ ചുവന്ന പുറങ്കുപ്പായം ധരിപ്പിച്ചിട്ട് പീലാത്തോസ് പറയും, യോഹന്നാൻ 19:5, ഇതാ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദേഹം നിൽക്കുന്ന മനുഷ്യൻ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് പാപത്തിൻ്റെ പ്രതീകമായ കടും ചുവപ്പായ പാപത്തിൻ്റെ ആ പ്രതീകമായി പാപം ധരിച്ചു നിൽക്കുന്നവൻ, നമുക്ക് വേണ്ടി പാപം ധരിച്ചു നിൽക്കുന്നവൻ, പാപം ചെയ്യാത്ത ഈശോയെ പാപത്തിൻ്റെ പ്രതീകമായ ചുവന്ന പട്ട് ധരിച്ച് നിൽക്കുന്നത് ഒരു രക്തവർണം, പാപത്തിൻ്റെ നിറം എന്ന് പറയുന്നത് പോലെ. യെശയ്യാ 1:18 പറയുന്നത് അങ്ങനെയാണ്, പാപത്തിൻ്റെ നിറമാണ് രക്തവർണം. അപ്പം ഈശോ രക്തം വർണ്ണമുള്ള വസ്ത്രം ധരിച്ചു നിന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പാപമറിയാത്തവനെ ദൈവം പാപമാക്കി. 2 കൊരിന്തോസ് 5:21 പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. ഒരു തെറ്റും ചെയ്യാത്തവൻ പീലാത്തോസിന് മുമ്പിൽ കുറ്റക്കാരനെ പോലെ നിന്നു, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. നമ്മുടെ മുന്നിൽ അങ്ങനെ ഈശോ നിൽക്കുക. അനുസ്മരണം, കുർബാന, കർത്താവിൻ്റെ ബലിയുടെ അനുസ്മരണം. നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. രക്ഷപ്പെടാനുള്ള വഴിയാണ്, ഏക വഴിയാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയിലാണ് പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ചില ആളുകളെങ്കിലും കുമ്പസാരക്കൂട്ടി വന്നിട്ട് ഒരു 10, 70, 60, 50 വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെയാണ് പറയുന്നത്. ചെറിയ പുതിയ തലമുറ അങ്ങനെ പറയാറില്ല. അതായത് പാപിയാൻ കനിയണമേ എന്ന് പറയും, എത്ര നാളായി കുമ്പസാരിച്ചിട്ടെന്ന് പറയും. എന്നിട്ട് പറയും, ഞാൻ വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം ഞാൻ നിറവേറ്റി. വലിയ കാര്യമായിപ്പോയി. ഒരു വിശ്വാസ പ്രമാണം എന്തായിട്ട് ചൊല്ലാൻ പറഞ്ഞതാ, അത് ചൊല്ലിയിട്ടാണ് എൻ്റെ പാപം പോയതെന്ന്. ഒരിക്കലും അല്ല. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലാണ് നമ്മുടെ പാപം പൊറുക്കപ്പെടുന്നത്. അപ്പം ഞാൻ പ്രായശ്ചിത്തം നിറവേറ്റിയെന്ന് പറയാനേ പാടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പള്ളി വന്ന കണക്കൊക്കെ പറയണ്ടേ? കുമ്പസാരക്കൂട്ടി വന്ന് ഞാൻ ദിവസേന പള്ളിയിൽ പോവും, ഞാൻ ദിവസേന ബൈബിൾ വായിക്കും, ഇതൊക്കെ പറയണ്ടേ? ഇത് ദൈവത്തോട് അടുക്കാനുള്ള ശ്രമമാണ്. വൈദികരെ പറയുന്നത് ഈ ഒരു പ്രാർത്ഥന ഈശോയുടെ സ്തുതിക്കായിട്ട് കാഴ്ചവെക്കാനാണ് പറയുന്നത്. ഈശോയുടെ സ്തുതിക്കായിട്ട് കാഴ്ചവെക്കൂ, ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കൂ എന്നാ പറയുന്നത്. അങ്ങനെ കാഴ്ചവെക്കാൻ പറഞ്ഞത് അതെങ്ങനെ പ്രായശ്ചിത്തമായി? ഒരു പ്രാർത്ഥന ചൊല്ലാൻ പറയും. ഒരു പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിലും നമ്മുടെ പാപം പോവും. കാരണം ഈശോയുടെ കുരിശുമരണത്തിനാണ് ബലം. പക്ഷേ ഇങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ചുമന്ന പുറങ്കുപ്പായം ധരിപ്പിച്ച, മുൾമുടി ധരിപ്പിക്കപ്പെട്ട പാപിയെപ്പോലെ നിസ്സഹായനായി നിന്ന ആ കർത്താവിനോട് അല്പമെങ്കിലും കരുണ വേണ്ടേ? അല്പമെങ്കിലും സ്നേഹവും നന്ദി ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി കർത്താവിൻ്റെ കൂടെ നിൽക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ തപസ് കാലത്തും നമുക്ക് ഒത്തിരി ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ. ഞാൻ പറഞ്ഞില്ല, എല്ലാ ആസ്പെക്റ്റും ഡെവലപ്പ് ചെയ്യുന്നവനാണ് നല്ല മനുഷ്യൻ. അങ്ങനൊരു നല്ല മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കും. എനിക്കെൻ്റെ കഴിവിൽ ഒന്നുമില്ല കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നവനാണ് നല്ല മനുഷ്യൻ. നല്ല മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ദൈവാശ്രയം. ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ നല്ല മനുഷ്യനെ അല്ല. അപ്പം ഇന്നത്തെ വചനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് നല്ല മനുഷ്യൻ. ദൈവത്തിൽ ആശ്രയിക്കുക. സമ്പത്തോ വസ്ത്രങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റി. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവനാണ്. ഞാൻ പാപിയാണ് കർത്താവേ, എൻ്റെ കഴിവിൽ ഒന്നുമില്ല കർത്താവേ, ഞാൻ കരുതിയതൊന്നും എൻ്റെ കഴിവല്ല, അതെല്ലാം അങ്ങ് തന്നതാ, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുന്നവനാണ് നല്ല മനുഷ്യൻ. അങ്ങനൊരു നല്ല മനുഷ്യൻ ആകാനായിട്ട് ദൈവം നമ്മൾ ഒത്തിരി സഹായിക്കട്ടെ. തപസ് കാലത്തിൻ്റെ എല്ലാ അരൂപിയും നമുക്ക് സ്വീകരിക്കാം. കുമ്പസാരിച്ച് തീർക്കേണ്ട കടങ്ങളെല്ലാം കുമ്പസാരിച്ച് തീർക്കാം. മരണം വരെ നമുക്ക് കുമ്പസാരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുമ്പസാരിക്കാൻ സാധിക്കില്ല. നിറയുന്ന സ്നേഹം പകരും നീ എന്നുള്ളിൽ വാഴാൻ ഞാനും കൊതിക്കും. നിറയുന്ന സ്നേഹം പകരും നീ എന്നുള്ളിൽ വാഴാൻ
ഞാനും കൊതിക്കും. എൻ മനസ്സിൻ്റെ വാതിൽ നിനക്കായി മാത്രമെന്നും തുറക്കും. ഈശോയേ, കുളിരേകും മഴനീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ, നിറമേകും മഴവിൽ കോടിവാനിൽ ചേരുമ്പോൾ, സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ. ദിവ്യകാരുണ്യമായുള്ളിൽ വായന്നീശോയേ. നവ്യഭോജ്യമായ നാവിൽ വാപ്പൻ നീശോയേ. പരിശുദ്ധ അമ്മേ, അമ്മയെപ്പോലെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, സ്വർഗം ദൈവക്രമം നിറഞ്ഞവളെ എന്ന് വിളിച്ച, അതുപോലെ ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട അങ്ങനൊരു മനുഷ്യരായി ദൈവത്തിൽ ആശ്രയിക്കുന്ന, ലൂക്ക 2:52 അഭിഷേകമൊക്കെ ഉള്ള നല്ല മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. ജീവനിൽ ദിവ്യവേരുന്നാവാൻ ഒളിയൊന്നും ഞാനും വെളിവേദിൽ. നിൻ ജീവനിൽ ദിവ്യവേരുന്നാവാൻ ഒളിയൊന്നും ഞാനും വെളിവേദിൽ. തിരുമുൻപിലെ മെഴുതിരിയായി ഞാൻ ഒരുങ്ങുന്നാലാം. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ നന്മയ്ക്കുമായി അങ്ങയുടെ ഗ്രഹങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, ഈ ബലി വഴി ഞങ്ങളുടെ അനുഷ്ഠാനം വിശുദ്ധീകരിക്കണമേ. അങ്ങനെ തപസ്സുകാല അനുഷ്ഠാനം ബാഹ്യമായി പ്രഖ്യാപിക്കുന്നത് ആന്തരികമായി ഫലമുളവാക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കണോ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ തപസ്സുകാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ച് നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ ഞങ്ങൾ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു വരും വിണ്ടകമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റവും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായി ഉടമ്പടിയുടെ
പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശ് മരണ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കും. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തു നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം
തൃക്കൺപാർത്ത് അങ്ങത്തിരിവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കണ ദിവ്യഗുണിയാണ് എൺകളിൽ കണിനമേയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കണ ദിവ്യഗുണിയാണ് എൺകളിൽ കണിനമേയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കണ ദിവ്യഗുണിയാണ് എണ്ണൽ സമാന നൽകണമേയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രമേ എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ബലികൾ ഞങ്ങൾ സ്ഥിരതയോടെ ഫലദായകമായി നിലനിൽക്കുകയും പ്രവർത്തനത്താൽ കൂടുതൽ ദൃഢമാവുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങനെ ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.